ഈശോയ്ക്ക് ഒത്തിരിയേറെ ഇഷ്ടമുള്ള പ്രിയ ബഹുമാനപ്പെട്ട വിഭജനച്ച അച്ഛന്മാരെ, സിസ്റ്റർമാരെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, നേരത്തെ ഒരു കഥ കേട്ടിട്ടുണ്ട്. മലമുകളിൽ ഒരു സന്യാസിയെ പറ്റിയിട്ട്. താഴ്വാരങ്ങളിലുള്ള ജനങ്ങളെല്ലാം പ്രാർത്ഥിക്കുവാനും ഉപദേശങ്ങൾ തേടാനുമൊക്കെ ഈ സന്യാസിയെ അന്വേഷിച്ച് മലമുകളിലേക്ക് കടന്നു ചെല്ലുമായിരുന്നു. സന്യാസി കൊടുത്ത പ്രാർത്ഥനയുടെ പാഠങ്ങളൊക്കെ അവർ പഠിക്കുമായിരുന്നു. അവസാനം ആ മലമുകളിലുണ്ടായിരുന്ന സന്യാസിയെ അവർ മലമുകളിലെ വിശുദ്ധനെന്ന് വിളിച്ചു. നമ്മളെല്ലാവരും ഈ മല്ലപ്പള്ളിയുടെ മലമുകളിലുള്ള ഈ വിശുദ്ധിയുടെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലമുകളിലുള്ള ഒരു സന്യാസിയായ വിശുദ്ധനായ ഒരു അച്ഛൻ നമുക്കൊപ്പമുണ്ട്. അച്ഛനെ ആദ്യം തന്നെ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവിടെയുള്ള കൊച്ചന്മാരെയും ഞങ്ങൾ അച്ഛനാകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ തന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ആദ്യമേ തന്നെ ഓർക്കട്ടെ. ഇന്ന് ഈ രാത്രി ആരാധനയുടെ സമയങ്ങളിൽ ഇത്രയും പേരെ ഇവിടെ ഒന്നിച്ച് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒത്തിരിയേറെ സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാകാറുണ്ട്. കാരണം പകലിൻ്റെ അധ്വാനവും വിയർപ്പും വേദനയും ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. പരീക്ഷയ്ക്ക് മാതാപിതാക്കൾ മക്കളെ ഒരുക്കിപ്പെട്ടിട്ടുണ്ട്. അത് രാവിലെ എണീറ്റ് ഒരു പക്ഷേ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി കാപ്പി തിളപ്പിച്ച് ചോറുകൂട്ടി അവർക്ക് പൊതിയും കെട്ടി പറഞ്ഞു വിട്ടിരിക്കുന്ന അമ്മമാരായിരിക്കാം. അല്ലെങ്കിൽ പകല് മുഴുവൻ ഒന്നെങ്കിൽ ഓഫീസിലോ പറമ്പിലോ ഒക്കെ പണിയെടുത്ത അപ്പച്ചന്മാരൊക്കെ ഉണ്ടായിരിക്കാം. എന്നിട്ടും ഈ പകലിൻ്റെ അധ്വാനത്തെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട്, ആ വേദനയെയും വിയർപ്പിനെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് സമയം കിട്ടുന്ന സമയം, അത് രാത്രിയാകട്ടെ മറ്റ് സായാഹ്നമാകട്ടെ, ഈ അവസരങ്ങളിലൊക്കെ കിട്ടുന്ന അവസരത്തിൽ ഈ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന, ഈ ദൈവത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ആരാധനയിലേക്ക് നമുക്ക് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള പ്രിയപ്പെട്ട ഒരു നിയോഗവും ഇന്ന് ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ശിമയോൻ കുരിശുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ വിചിന്തനത്തിൽ നമുക്ക് ചിന്തിക്കാറുണ്ട്, കർത്താവേ, അന്ന് ഞാൻ അങ്ങയോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റ് സകലതും ഉപേക്ഷിച്ചുകൊണ്ട് നിന്നെ സഹായിക്കാനായിട്ട് ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നു എന്നൊരു ചിന്ത. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുയർത്തു പോയിട്ട് ഏകദേശം 2000 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഭൗതികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ആ കർത്താവിനോട് കൂടെയുള്ള സമയം ചെലവിടാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ അങ്ങനെ കർത്താവിനോട് കൂടെ കുറച്ച് സമയം ചെലവിടണം, അവനോടൊപ്പം, അവൻ്റെ ശരീരത്തോടൊപ്പം അവനോടുകൂടെ ഭൗതികതയിൽ കുറച്ചു നേരം ചെലവിടണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് മുന്നിലേക്ക് ലഭിക്കുന്ന അവസരമാണ്, അവനോടൊപ്പം ചെലവിടാനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരമാണ് ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയമെന്ന് പറയുന്നത്. നമുക്കറിയാം, അപ്പച്ചമാരും അമ്മച്ചിമാരും അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറയൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ആരാധനകളെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ 40 മണി ആരാധനയാകാം, 13 മണി ആരാധനയോ, 3 മണി ആരാധനയോ, അല്ലെങ്കിൽ 1 മണിക്കൂർ ആരാധനയോ ഒക്കെ, അങ്ങനെ പലതരത്തിലുള്ള ആരാധനകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ 40 മണിക്കൂർ ആരാധനയിൽ നമ്മൾ കർത്താവിനോട് കൂടെ ചില പ്രത്യേക സമയങ്ങൾ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രത്യേകിച്ച് പെസഹ വ്യാഴാഴ്ച അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ സമയം മുതൽ അന്ന് രാത്രി മുഴുവൻ അവൻ ഉറങ്ങിയിട്ടില്ല, അവനോടൊപ്പം ചെലവഴിക്കുന്നു. പിറ്റേന്ന് പകല് അവൻ പ്രധാന പുരോഹിതന്മാരുടെയും ഗവർണറുടെയും ഒക്കെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടാനായിട്ട് ദൂരങ്ങൾ നടന്നു നീങ്ങുന്നു. ശേഷം കുരിശുമായി കനത്ത വെയിലിലൂടെ അവൻ നഗരവീഥിയിലൂടെ നടന്നകലുന്നു. ഇതെല്ലാം സഹിച്ചതിന് ശേഷം അവൻ കുരിശിൽ വിവിധ മണിക്കൂറുകൾ ചെലവിട്ടുകൊണ്ട് മരണത്തോടും മല്ലടിച്ചുകൊണ്ട് മരിക്കുന്നു. ഈ 40 മണിക്കൂറുകളാണ് നമ്മൾ 40 മണി ആരാധനയിൽ നമ്മൾ ചിന്തിക്കുന്നത്. 13 മണി ആരാധന എന്ന് പറയുമ്പോൾ അവൻ കുരിശുമായിട്ട് ചെലവഴിച്ച, അവനെ മരണത്തിന് വിധിച്ചപ്പോൾ മുതലുള്ള ആ സമയത്തെ നമ്മൾ ഓർക്കുന്നത്. അവൻ്റെ 1 മണിക്കൂർ നേരത്തേക്കുള്ള ഹൃദയവധിയോടുകൂടിയുള്ള ആരാധനയെ നമ്മൾ 1 മണിക്കൂർ നേരത്തെയുള്ള 1 മണി ആരാധനയിലും നമ്മൾ ഓർക്കുന്നു. ഇനി ഈ രാത്രി ജാഗരണത്തിൽ നാം ചെലവഴിക്കുമ്പോൾ അവൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്, അന്ന് ആ പെസഹായുടെ തിരുനാൾ ദിവസം ശിഷ്യന്മാർക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവുമായിട്ട് അപ്പവും അവൻ്റെ വീഞ്ഞും മുറിച്ചു കൊടുത്തതിന് ശേഷം
അന്ന് രാത്രി ഒറ്റക്കൊടുക്കപ്പെടുന്ന അറിഞ്ഞ് വളരെ ഹൃദയവേദനയോടുകൂടെ ഗത്സമേൻ തോട്ടത്തിൽ അവൻ ചെലവഴിച്ച ആ മണിക്കൂറുകൾ, രാത്രിയിലെ ആ യാമങ്ങളെയാണ് അവൻ അനുസ്മരിപ്പിക്കുന്നത്. അവിടെ അവൻ പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് തന്നോടുകൂടെ സ്നേഹം പങ്കിട്ടവരെയും അതുവരെ 3 വർഷക്കാലം താൻ ആരോടൊപ്പം ചെലവഴിച്ചോ അവർക്ക് വേണ്ടിയും, തൻ്റെ പ്രിയമാതാവിന് വേണ്ടിയും, താൻ സ്നേഹിച്ചിരുന്നവർക്ക് വേണ്ടിയും, ഇനി തന്നെ അനുഗമിച്ച് ഇനിയും തൻ്റെ സഭയിലേക്ക് വരാനിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്താണ് അവൻ ആ സമയത്ത് മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് ഉറക്കളച്ച് നാമും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഈ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക്, ദിവികാരുണ്യ സന്നിധിയുടെ കൈകളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ മണിക്കൂറുകളൊക്കെ നമ്മൾ ചെലവിട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ചിന്തയുണ്ട്. അന്ന് കർത്താവായ യേശുവാണ് അത്രയും നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചത്. അവന് പിതാവുമായിട്ട് സംഭാഷണത്തിന് സമയം ചെലവിടാനായിട്ട് യാതൊരു പാടുമില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. എനിക്ക് കുറച്ചു നേരമെങ്കിലും ശരിക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ടോ ആരാധിക്കാനായിട്ട് കഴിയുമോ? അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥനയാണോ? ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ അവൻ ശരിക്കും ചെവിക്കൊള്ളുമോ? എൻ്റെ പ്രാർത്ഥന യഥാർത്ഥമാണോ? ഇങ്ങനെയുള്ള പല ചിന്തകളൊക്കെ ആരാധനയിലും നമ്മൾ പ്രാർത്ഥിക്കാൻ ചെലവിടുന്ന സമയങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സമയം ചെലവിടാനായിട്ട് ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോകാറായിട്ടുണ്ട്. നമുക്കറിയാം, ഏത് കാര്യത്തിലും എന്നതുപോലെ പ്രാർത്ഥനയിലും നമുക്ക് മാതൃകയായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ കർത്താവായ മിശിഹായുടെ തന്നെ ജീവിതം തന്നെയാണ്. ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതും നമ്മളെ പഠിപ്പിക്കുന്നതും ഈശോയുടെ ജീവിതം തന്നെയാണ്. നമുക്കറിയാം, ഈശോ ജനിച്ചു വളർന്നത് ഒരു യഹൂദനായിട്ടായിരുന്നു. അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അവൻ്റെ അമ്മ. സാധാരണ എല്ലാ യഹൂദ സ്ത്രീകളും നമ്മുടെയൊക്കെ അമ്മമാരും വല്യമ്മച്ചിമാരും ഒക്കെ പഠിപ്പിച്ചതുപോലെ അവൻ്റെ അമ്മയും അവനെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചിരുന്നു. ഏതൊരമ്മയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ അവൻ്റെ അമ്മയും അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നീ പ്രാർത്ഥിക്കണം. ഇത് യഹൂദ മതത്തിൻ്റെ ഒരു കർശന നിയമം കൂടെയായിരുന്നു. അന്ന് രാത്രിയിൽ ദൈവം അവരെ സംരക്ഷിച്ചതോർത്ത് രാവിലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. വരാനിരിക്കുന്ന പകലിനെ ഓർത്ത്, പകലിൻ്റെ അധ്വാനത്തെ ഓർത്ത്, ആ പകലിൽ നാം അനുഭവിക്കാൻ പോകുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്ത്, അവൻ്റെ കരുണയെ ഓർത്ത്, അവൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നവരെ ഓർത്ത്, അവൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒക്കെതിനെയും ഓർത്ത് നീ ദൈവത്തിന് നന്ദി പറയണം എന്ന് അവനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങൾ പലയിടത്തും വാചാലമാകുന്നുണ്ട്. അതിരാവിലെ തന്നെ വിജനപ്രദേശങ്ങളിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് നടന്നകലുന്ന ഈശോയെക്കുറിച്ച്. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ അവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചാലും പകല് മുഴുവൻ ശിഷ്യരോടൊന്നിച്ച് ഒട്ടേറെ മണിക്കൂറുകളും കാതങ്ങളും അവൻ നടന്നു നീങ്ങി സുവിശേഷം പ്രസംഗിച്ചിരുന്നെങ്കിലും ഒക്കെ അതിരാവിലെ അവൻ എഴുന്നേറ്റ് വിജനപ്രദേശങ്ങൾ തേടി പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു. വീണ്ടും ഓരോ യഹൂദ സ്ത്രീയും തൻ്റെ മക്കളെ ഓരോരുത്തരെയും പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഭക്ഷിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഓരോ യഹൂദനും, പ്രത്യേകിച്ച് ഈശോയും അവൻ്റെ അന്ത്യത്താഴവേളയിൽ അവനും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. ഓരോ സമയം ഭക്ഷണത്തിന് മുമ്പ് അവർ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവർ ഓർത്തിരുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരവേലയുടെ സൃഷ്ടികളായ ഭക്ഷണ വസ്തുക്കളെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ ദൈവം സൃഷ്ടിയെപ്പറ്റി പരാമർശിക്കുമ്പോൾ അവൻ മനുഷ്യന് ഭക്ഷണമാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സസ്യജാലങ്ങളെക്കുറിച്ചും മറ്റ് ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചും ഒക്കെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഭക്ഷണത്തെയും ആഹാരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ജീവനെയും കുറിച്ചൊക്കെ ഓർത്ത് നന്ദി പറയാനായിട്ടായിരുന്നു അവനെയും പഠിപ്പിച്ചിരുന്നത്. ഓരോ ഭക്ഷണ സമയത്തും നിങ്ങൾ നന്ദി പറയണമെന്ന് പഠിപ്പിച്ചത്. ഇനിയും യഹൂദരെയും ഓരോരുത്തരെയും അവരുടെ നിയമം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ നന്ദി പറയാനായിട്ട് മാറ്റിവെക്കണമെന്ന്. അതിനെ അവർ സാബത്ത് എന്ന് വിളിച്ചു. ആ സാബത്തിൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ഈ നന്ദി പറയാനായിട്ട് മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്നിച്ചുകൂടി കാത്തിരുന്നു. അവർ സമൂഹമായിട്ട് പ്രധാന പുരോഹിതന്മാരും മറ്റ് ജനപ്രമാണികളും എല്ലാവരും, അപ്പനും മക്കളും എല്ലാവരും സിനഗോഗിൽ ദേവാലയത്തിൽ ഒന്നു ചേർന്ന് സാബത്ത് ദിവസം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു.
ഈ നന്ദി പറയലിൽ അവർ പ്രധാനമായിട്ടും ചിന്തിച്ചിരുന്നത് ഒരു കാര്യമായിരുന്നു. ഇന്നലെ വരെ എൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി ഇന്നലെ വരെ ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഓർത്തുകൊണ്ട് ഇസ്രായേൽ സമൂഹം ദൈവത്തിന്റെ മുന്നിൽ ആ സാബത്ത് ദിവസം ആഘോഷിച്ചപ്പോൾ അവർ ഓർത്തു, ദൈവം തങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് പരിപാലിച്ച ആ ദൈവത്തിന്റെ മഹോന്നതമായ സൃഷ്ടിയെക്കുറിച്ച് അവരോർത്തു. അതുപോലെ തന്നെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും അവരെ ഓരോരുത്തരെയും സംരക്ഷിച്ചുകൊണ്ട് കാനാൻ ദേശത്തിന്റെ സമൃദ്ധിയിലേക്ക് അവരെ നയിച്ച, മരുഭൂമിയുടെ വിജനതയിലും ഭക്ഷണമില്ലായ്മയിലും ദാഹജലമില്ലായ്മയിലും ഒക്കെ അവരെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ സംരക്ഷണയോർത്ത് അവർ ദൈവത്തെ സ്തുതിച്ചു. വീണ്ടും ഒട്ടനവധി രാജാക്കന്മാരും മറ്റ് ജനപ്രമാണികളും ഒക്കെ ഇവരെ പീഡിപ്പിച്ചിരുന്നപ്പോൾ ആ പീഡനങ്ങളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നുമൊക്കെ അവരെ രക്ഷിച്ചതിനെയും ഓർത്ത് അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഈശോ അന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥനയുടെ കടമ അവന്റെ ജീവിതത്തിൽ ഉടനീളം പങ്കുവയ്ക്കുന്നതാണ് നാം സുവിശേഷത്തിലും കണ്ടുമുട്ടുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ അവൻ തന്റെ ജീവിതത്തിൽ ഉടനീളം അഭ്യസിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കുന്നതിന്റെ കഥയാണ് സുവിശേഷകൻ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവന്റെ സമയമായി എന്നറിഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിന്റെ കഥയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷകൻ 13-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ കുറിച്ചു വെക്കുന്ന വചനമാണ് അവന്റെ സമയമായി എന്നറിഞ്ഞുകൊണ്ട്. ഈ സമയത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ തന്റെ സുവിശേഷത്തിന്റെ പല ഭാഗത്തും കുറിച്ചു വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് അവര് വെള്ളം വീഞ്ഞാക്കാനായിട്ട് ഈശോ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ എന്ന്. വീണ്ടും 6-ാം അധ്യായത്തിലും അതിനുശേഷവുമൊക്കെ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം സ്വർഗത്തിൽ നിന്നുള്ള മന്ന അവർക്ക് നൽകിക്കൊണ്ട് അവരെ സ്വർഗത്തിന്റെ സമൃദ്ധിയിലേക്ക് അവരെ നയിച്ചപ്പോൾ ജനങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു, ഇവനാണ് സ്വർഗത്തിൽ നിന്ന് വരുന്ന മിശിഹ, അപ്പം കൊണ്ട് നമ്മുടെ തൃപ്തിയാക്കുന്നവൻ ഇവനാണ് എന്ന് കരുതിക്കൊണ്ട് ഇവനെ രാജാവാക്കാനായിട്ട് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ഇവനെ രാജ്യത്വത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് കരുതി ഇവരെല്ലാവരും അടുത്തു ചേർന്ന് വരുമ്പോൾ മിശിഹ പറയുന്നുണ്ട്, ഇനിയും എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിന് നടുവിലൂടെ നടന്നു നീങ്ങുന്ന അവനെ നാം വീണ്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലതവണ ഇവനെ കല്ലെറിയാനും കൊല്ലാനുമായിട്ട് ജനപ്രമാണികളും നിയമജ്ഞനും ഫരിസേയരും ഒക്കെ ശ്രമിക്കുമ്പോഴും സുവിശേഷകൻ പറഞ്ഞു വയ്ക്കും, അവന്റെ സമയം ഇനിയും ആയിരുന്നില്ല, അതുകൊണ്ട് അവൻ ജനങ്ങളുടെ ഇടയിലൂടെ നടന്നിറങ്ങി പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 12 അധ്യായങ്ങൾ വരെ അവന്റെ സമയമായിട്ടില്ല, അതിനാൽ അവനെ അവർ രാജാവാക്കിയില്ല, അവനെ പിടിച്ച് കൊല്ലാനോ ക്രൂശിക്കാനോ അവർക്ക് സാധിച്ചില്ല. എന്നാൽ 13-ാമത്തെ അധ്യായത്തിലേക്ക് നടന്നു വരുമ്പോൾ ഈശോ തന്നെത്താനെ ശിഷ്യന്മാരോട് പറയുകയാണ്, തന്റെ സമയമായി എന്നറിഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവരുടെ പാദങ്ങൾ കഴുകാനായിട്ട് പോവുകയാണ്. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ സമയത്തിന്റെ പ്രത്യേകത ഓരോന്നും. ഈ സമയമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്നും പീഡ അനുഭവിച്ചുകൊണ്ട്, കുരിശു ചുമന്നുകൊണ്ട്, മറ്റുള്ളവരുടെ പീഡകളും വേദനകളും അനുഭവിച്ചുകൊണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട്, തന്നെ തന്നെ ബലി കഴിച്ചുകൊണ്ട് പിതാവിനടുത്തേക്ക് പോകുന്നതാണ് ഇവന്റെ സമയം എന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ തന്റെ സമയം അടുത്തു എന്നറിഞ്ഞുകൊണ്ട് ഈശോ എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനായിട്ട് എഴുന്നേറ്റ് അടിമകളുടെ വസ്ത്രമായ അരക്കച്ച ചുറ്റിക്കൊണ്ട് അവൻ ഇറങ്ങുകയാണ് ചെയ്യുന്നത്.